ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ബേബി ഷവർ വ്ളോഗാണ്. അങ്ങനെ കസിൻസ് ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് ഷൈലാൻഡിന്റെ വീട്ടിലേക്ക്. എന്റെ സൗണ്ടിന്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവും, കാരണം 2 ദിവസം തൊട്ട് പനിയാണ്. ഞാനും ചേച്ചിയും മാത്രമല്ല, കൂടെ നമ്മുടെ എമിൾഡേ ഉണ്ടായിരുന്നു കേട്ടോ. വള്ളുരുത്തി നേരെ ബിയോട്ടി പാലൊക്കെ എത്തിയപ്പോ ചെറുതായിട്ടൊരു പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. മെസ്സിയുടെ നെയ്മറിന്റെ കട്ടൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ. അങ്ങനെ ഓടിച്ചോടിച്ച് ഷൈലാൻഡിന്റെ വീട്ടിലെത്തി. ഞാൻ അകത്തേക്ക് കയറി ചെന്നപ്പോ തന്നെ ഷൈലാൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞായിരുന്നു വന്നത്. റോമിയലിനെ കുറച്ച് ഇക്കിലേക്ക് ഇട്ടപ്പോഴാണ് ആളിനെ കണ്ടത്. ഇപ്പുറത്തെ നമ്മുടെ സ്വന്തം ഡാനിയലിനും ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ ചേച്ചിയുടെ തലയിൽ അക്കുചേച്ചി താജ്മഹലാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഇനി അങ്ങോട്ട് ബേബി ഷവറിന്റെ ഡെക്കറേഷൻ വർക്കിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ക്യാമറ ഓൺ ചെയ്തപ്പോ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആകിന അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി വന്നപ്പോ ഇവിടെ ബേബി ഷവറിന്റെ ബേബി ആയി. ഗൈസ്, ഇന്നത്തെ വ്ളോഗിലെ താരമായ അഞ്ചേച്ചി നേരത്തെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാൻ വേണ്ടി പോവുകയാണ്. ആത്മാർത്ഥതയോടെ പണിയെടുത്ത അങ്ങുറിച്ചിനെ നിങ്ങൾ ആരും കാണാതെ പോരുത്. ഞാനും എന്റെ ചേച്ചിയും കൂടി നേരെ പോകുന്നത് കേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ടലയമാര് ഷൈലാൻഡിയും പിള്ളേരും കൂടിയാണ് കേക്ക് എടുക്കാൻ വേണ്ടി പോയത്. കേക്ക് പ്രതീക്ഷ എനിക്ക് കിട്ടിയത് എമിൾഡേനായിരുന്നു. കേക്കും കൊണ്ട് എന്റെ ചേച്ചി പോയി. തിരിച്ച് വീണ്ടും അകത്തേക്ക് കയറിയപ്പോ ബേബിയുമായി ഷവറുമായി. റൂമിലേക്ക് വന്നപ്പോ അഞ്ചിച്ചിനെ അക്കുചിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കണായിരുന്നു. ബേബി ഷവറിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ആയിട്ടുള്ള ഇനി കുറച്ച് ഐറ്റംസും കൂടി റെഡിയാക്കാണ്ട് അതിനുവേണ്ടി സെലോ ടേപ്പ് കട്ടിയിലായിരുന്നു എന്റെ ജോലി. എമ്മിനും ആകിനെയും കട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നു. റെഡിയാക്കി കഴിഞ്ഞപ്പോ അഞ്ചിച്ചെടുത്ത് പറഞ്ഞു വീഡിയോ നോക്കി എന്തെങ്കിലും ചെയ്യാൻ. ഗൈസ്, അഞ്ചിജി സുന്ദരിയായോ ഇല്ലെന്ന് കമന്റ് ചെയ്യുക. കുറച്ചേരം ഇങ്ങനെ റീനാന്റി സിബിയോമിയും ജോളി ആന്റിയും പിന്നെ എന്റെ മമ്മിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ പൊക്കത്തേക്ക് നോക്കിയപ്പോ ഒരാൾ എന്നെ നോക്കി നിൽക്കുക. ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഫൈനൽ റിസൾട്ട് ആണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത. ക്യാമറമാനായിട്ട് പുറത്തൊന്നും ഒരാളെ വിളിക്കേണ്ട കാര്യമില്ല, കാരണം ആഷ്ലിൻ ചേട്ടനുണ്ട്. കൂടെ പുള്ളിയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷൻ വർക്കൊക്കെ കൊള്ളാവോ ഇല്ലെന്ന് കമന്റ് ചെയ്യണേ. പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അക്കുചിച്ചി അഞ്ചിച്ചിക്ക് മോം ടു ബി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയി. മമ്മിമാരൊക്കെ സെറ്റ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. കേക്ക് കട്ടിങ് ആയിരുന്നു അടുത്ത പരിപാടി. അങ്ങനെ അഞ്ചിച്ചി അതിനെ കൂടി കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചെടുക്കണല്ലോ, അതായിരുന്നു അടുത്ത പരിപാടി. കട്ടിങ് എക്സ്പെർട്ട് ആയ അങ്കുറിച്ചി ആയിരുന്നു എല്ലാവർക്കും അത് കട്ട് ചെയ്ത് കൊടുത്തത്. എടുത്ത ഫോട്ടോ ഒക്കെ അഞ്ചിച്ചിനെ കാണിച്ചുകൊണ്ടിരിക്കണായിരുന്നു ആഷ്ലിൻ ചേട്ടൻ. കേക്ക് കട്ടിങ് കഴിഞ്ഞ് വീണ്ടും ഫോട്ടോഷൂട്ട് തന്നെ ഇരുന്നു പരിപാടി. ഞങ്ങളെല്ലാരും കൂടി ഒരു എസ്തെറ്റിക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നതാണ്. ഫോട്ടോക്ക് ഒരു ബലൂൺ എഫക്ട് കിട്ടാൻ വേണ്ടി പാവ ഷൈലന്നെ അറിയുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെക്കറേഷന്റെ എല്ലാ കോർഡിനേഷനും ഏറ്റെടുത്ത് ചെയ്ത ആഞ്ചലിന, താങ്ക് യു. അക്കുചിച്ചിന് നന്ദി പ്രസംഗം കേട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.